കൊച്ചി കോർപ്പറേഷൻ ശുചിത്വ നഗരമായി മാറിയപ്പോഴും കൊച്ചിയോട് ചേർന്ന് കിടക്കുന്ന കളമശ്ശേരി നഗരസഭ മാലിന്യ കൂമ്പാരത്തിന് നടുവിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ വിഷയമായി കളമശ്ശേരിയിലെ മാലിന്യ പ്രശ്നം ഉയർന്നു വന്നതോടെ ഇവിടുത്തെ UDF നേതൃത്വം പ്രതിസന്ധിയിലായി. സംസ്ഥാനത്ത് ഏറ്റവുമധികം തനതു വരുമാനമുള്ള രണ്ടാമത്തെ നഗരസഭയാണ് കളമശ്ശേരി. UDF ഭരിക്കുന്ന നഗരസഭയിൽ മാലിന്യ നീക്കത്തിന് പരിഹാരം കാണാൻ കാലങ്ങളായി നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കൃത്യമായി നീക്കം ചെയ്യാതെ ടൺ കണക്കിന് മാലിന്യങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ കുന്നുകൂടി കിടക്കുന്നു. മാലിന്യം നീക്കുന്ന കരാർ കമ്പനിയും UDF ഭരണസമിതിയും ചേർന്ന് നടത്തിയ വൻ അഴിമതിയുടെ കഥകളും പരസ്യമാണ്. റെയിൽവേ യാർഡിന് സമീപത്തുള്ള NAD റോഡിലൂടെ മൂക്കുപൊത്താതെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. വലിയ വരുമാനമുള്ള നഗരസഭയായിട്ട് പോലും നഗരം മാലിന്യമുക്തമാക്കാൻ കളമശ്ശേരിയിലെ UDF ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്ന് മുൻ കൗൺസിലറും 6ാം വാർഡ് LDF സ്ഥാനാർത്ഥിയുമായ മുജീബ് റഹ്മാൻ പറഞ്ഞു. ഈ കളമശ്ശേരിയിൽ മാലിന്യം ഇപ്പം ഞങ്ങൾ ഏലൂര് കൊച്ചി നഗരസഭ വളരെയധികം മാറ്റങ്ങളുണ്ടായി, നല്ല മെച്ചം ഉണ്ടായി. പക്ഷേ കളമശ്ശേരിക്കകത്ത് വലിയ വരുമാനമുണ്ടായിട്ടും നഗര മാലിന്യം വിമുക്തമാക്കുന്നതിന് പോലും കളമശ്ശേരി ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ സ്വീകരിക്കാൻ പോലും നഗരസഭയിലെ UDF ഭരണസമിതി തയ്യാറായിട്ടില്ലെന്നും മുജീബ് റഹ്മാൻ കുറ്റപ്പെടുത്തി. ഈ കളമശ്ശേരിയിലെ വീടില്ലാത്ത 800 ചില്ലാനും അപേക്ഷ നൽകിയിട്ട് അതൊന്ന് പരിഗണിക്കാൻ പോലും കളമശ്ശേരി നഗരസഭ തയ്യാറായിട്ടില്ല. ഭൂമി ലഭ്യമാക്കാൻ വളരെ വലിയ സമരങ്ങൾ LDF നടത്തിയിട്ടും നടത്തിയതിനു ശേഷമാണ് കളമശ്ശേരിക്ക് ഭൂമി അനുവദിക്കുന്ന നിലപാട് UDF എടുത്തത്. കളമശ്ശേരി നഗരസഭയിലെ മൂലേപ്പാടം വാർഡിലാണ് മുജീബ് റഹ്മാൻ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. വാർഡിലെ മുഴുവൻ വോട്ടർമാരെയും നേരിട്ട് കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥി. ഞായറാഴ്ച വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം. മുൻകാലങ്ങളിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിച്ചതിന്റെ ആത്മവിശ്വാസമാണ് മുജീബ് റഹ്മാനെ വോട്ടർമാർക്ക് മുന്നിൽ എത്തിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.